മക്കളെ, അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുന്നല്ലേ. അപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിലെ ഒരു പ്രത്യേകത എന്താണ്? USS എക്സാം നിങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് ആദ്യമായിട്ടായിരിക്കും USS എക്സാം എന്നൊക്കെ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ USS എക്സാം എന്ന് പറഞ്ഞാൽ 7ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു എമൗണ്ട് സ്കോളർഷിപ്പ് കിട്ടുന്ന എക്സാമാണ്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എന്താ 7ാം ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഡെപ്തിലൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് USS എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ USS എക്സാമിന് നമ്മൾ എക്സാമിൻ്റെ സമയത്തല്ല, ആദ്യം തൊട്ട് തന്നെ പഠിക്കണം. നിങ്ങൾ പ്രത്യേകിച്ച് എക്സ്ട്രാ കാര്യങ്ങളൊന്നും അല്ല പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങളുടെ അതേ കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരുപക്ഷെ ടെക്സ്റ്റ് എടുത്ത് പഠിക്കുമ്പോൾ മിസ് ഇതിൽ ഏതാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എക്സാം എഴുതേണ്ടത്, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ യാതൊരു തരത്തിലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, ഏത് രീതിയിലാണ് നിങ്ങൾ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്താ, ഈ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ചാനൽ വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പഠിത്തം ആ രീതിയിലാക്കി മാറ്റുക. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, USS എക്സാം സ്കോർ ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇനി മുതൽ നമ്മൾ പല കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതേണ്ട ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു എക്സാമാണ് ഇത് USS എക്സാം അല്ലേ. നിങ്ങൾ ഒരുപക്ഷെ 4ാം ക്ലാസ്സിൽ LSS എക്സാം എഴുതിയ ആൾക്കാരായിരിക്കും. അപ്പം ഇനി മുതൽ കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു തുടർക്കഥയാണ്. അപ്പോൾ ആദ്യത്തെ എക്സാം തന്നെ ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ലെവലുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പറ്റും. മുന്നോട്ടുള്ള എക്സാംസ് നമുക്ക് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എഴുതാൻ പോകുന്ന ഒരു എക്സാം അടിപൊളിയാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, കൃത്യമായിട്ടൊരു പഠന രീതി മാത്രമാണ് ആവശ്യം. അപ്പോൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആകെ ചെയ്യേണ്ട കാര്യം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് ഈ ചാനലിൽ വരുന്ന കാര്യങ്ങൾ അപ്ഡേറ്റ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക. ആൻഡ് ദെൻ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ നമ്മളിവിടെ റെഡിയാണ്. നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.